നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യദായകങ്ങൾ. അത് ഭാഗ്യരത്നം, ഭാഗ്യസംഖ്യ, ഭാഗ്യദിനം, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ പൂരം നക്ഷത്രക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. ഇപ്പോൾ തന്നെ ഭാഗ്യനിറത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് കറുപ്പും ചുവപ്പുമാണ്. അപ്പോൾ ഈ കറുപ്പും ചുവപ്പും ഉള്ള ഡ്രസ്സ് ഇടുക, അതേ കണക്ക് തന്നെ വാഹനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെതായിട്ടുള്ള കളറിലുള്ള വാഹനങ്ങളൊക്കെ മേടിക്കുന്നത് നല്ലതായിരിക്കും. അതേ കണക്ക് വീട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വീടിനോടൊക്കെ അനുയോജ്യമായിട്ടുള്ളതും എന്തിനും പൂരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കളറാണ് ഈ പറയുന്ന കറുപ്പും ചുവപ്പും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗ്യനിറങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭാഗ്യദായങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഭാഗ്യദിക്കെന്ന് പറയുന്നത്. വളരെ ഐശ്വര്യദായകമായിട്ടുള്ള നല്ലൊരു ദിക്കാണ് പൂര നക്ഷത്രക്കാർക്കുള്ളത്, കിഴക്ക് ദിക്ക്. അപ്പോൾ ആ കിഴക്ക് ദിക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഏതേത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പിട്ടാണെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പം തന്നെ വീട് വയ്ക്കുന്നതുണ്ടെങ്കിൽ അതെല്ലാം മറ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് കിഴക്ക് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തോട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. കിഴക്ക് ഭാഗം നിങ്ങൾക്ക് വളരെ ഐശ്വര്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന വാതിലുകളും പിന്നെ ബിസിനസ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ പിന്നെ നമ്മുടെ പണപ്പെട്ട് നിക്ഷേപിക്കുന്നതാണെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിഴക്ക് വളരെ അനുകൂലമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേ കണക്ക് തന്നെ ആഴ്ചയിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് ഭാഗ്യദിനമായിട്ടുള്ള വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഈ പറയുന്ന പുതിയ ബിസിനസ്സും അങ്ങനെ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലൊക്കെ എങ്കിൽ അതിൻ്റേതായിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ നമ്മൾ നോക്കണം. എങ്കിൽ തന്നെയും ആ നക്ഷത്രങ്ങളൊക്കെ നല്ല നക്ഷത്രങ്ങളൊക്കെ ഒത്തുവരികയും അങ്ങനെതായിട്ടുള്ള വെള്ളിയാഴ്ചയൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യമാണ് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം. പിന്നെ അതേ കണക്ക് തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഭാഗ്യരത്നം എന്ന് പറയുന്നത് വജ്രമാണ്. അപ്പോൾ ഈ പറയുന്നത് ചില അസുഖങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ശരി തന്നെ നിങ്ങൾ ഈ വജ്രം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. വളരെ താഴ്ചയിൽ കിടക്കുന്നവരൊക്കെ വളരെ ഉയർന്നൊക്കെ പോകുവാനൊക്കെ സാധിക്കുന്നൊരു ഭാഗ്യരത്നമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വജ്രം. അതേ കണക്ക് തന്നെയാണ് പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 6ആണ്. വളരെ നല്ലൊരു സംഖ്യയാണ് 6. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒരു പുതുതായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെതായിട്ടുള്ള ഒരു വാഹനം മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ 6 വളരെ അനുകൂലമാണ്. ഇപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ 6 ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി എടുക്കുക. ഇപ്പം തുടങ്ങുന്ന ആ സമയം 6 ആണെങ്കിലും അപ്പോൾ 6ന് വളരെയധികം പ്രയോജനം കൊടുത്ത് നിങ്ങൾ അതിനെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതെല്ലാം ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. ഭാഗ്യരത്നമാണെങ്കിലും ഭാഗ്യസംഖ്യയാണെങ്കിലും അല്ലെങ്കിൽ ദിനമായാലും ഭാഗ്യദിക്കായാലും ഭാഗ്യനിറമായാലും ഇത് നിങ്ങളത് ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക. നിങ്ങളുടെ ജീവിതം വളരെ ഐശ്വര്യമുണ്ടാവുന്നതാണ്, സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ്. ഇത്രയും കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.